രാമൻ അനുഭവിച്ച ദുരിതം ഈ ഭൂമുഖത്ത് ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ചിന്തിച്ചു നോക്കൂ. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരാണ് ശ്രീരാമചന്ദ്ര പ്രഭു. അതും കൂടി ആലോചിക്കണം. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരം അല്ലേ ശ്രീരാമചന്ദ്ര പ്രഭു. ഒരു പുരുഷൻ ഒരു മനുഷ്യായത്തിൽ അനുഭവിക്കാവുന്ന ദുഃഖത്തിൻ്റെ 10 മടങ്ങ് അനുഭവിച്ച ത്യാഗത്തിൻ്റെ പ്രതിരൂപമാണ്, പ്രതിപുരുഷനാണ് ശ്രീരാമചന്ദ്ര പ്രഭു അല്ലേ. അപ്പം ആ പേര് ജപിച്ചാൽ നമുക്ക് മോക്ഷമായി. അപ്പം അങ്ങേരെ എത്ര ദുരിതം അനുഭവിച്ചിട്ടുണ്ടാവും ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആ ശ്രീരാമൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് അകക്കണ്ണു കൊണ്ടൊന്ന് പോയി നോക്കൂ. കരയില്ലേ? കണ്ണ് നിറയില്ലേ? ചക്രവർത്തി കുമാരനായി ജനിച്ച ശ്രീരാമചന്ദ്ര പ്രഭു അനുഭവിച്ച ദുഃഖം ഇത്രയേ ഉള്ളൂന്നുണ്ടോ? ശ്രീരാമൻ എപ്പോഴെങ്കിലും ഒരു ശാന്തി ഉണ്ടായി അല്ലെങ്കിൽ സമാധാനം ഉണ്ടായി എന്ന് പറയാണ്ടോ? യുഗം കഴിഞ്ഞിട്ടും ഇല്ല. ത്രതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗം കഴിഞ്ഞു, കലിയുഗത്തിലും അയാൾക്ക് സമാധാനമില്ല അല്ലേ. ഇന്നും ശ്രീരാമനെ കുറിച്ചുള്ള വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കുക അല്ലേ. സ്വർഗാരോഹണം പ്രാപിച്ച് 2 യുഗം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഒരു കുറവുമില്ല. അദ്ദേഹത്തിനോടുള്ള ഉപദ്രവത്തിന് ഒരു കുറവുമില്ല അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ നാമം ജപിച്ചാൽ നമുക്ക് മോക്ഷമല്ലേ കിട്ടുള്ളൂ. ചിന്തിച്ചു നോക്കൂലേ. അദ്ദേഹത്തോളം ഈ ഭൂമിയിൽ ദുഃഖം അനുഭവിച്ച ഒരാളില്ല അല്ലേ. അപ്പം അതുകൊണ്ടാണ് രാമ ജപിച്ചാൽ പാപമൊക്കെ തീർന്നു, മോക്ഷം കിട്ടി എന്ന് പറയണത്. കാരണം അത്രവുമിൽ ദുരിതം. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ദുരിതം മുഴുവൻ അനുഭവിച്ച് അതിൽ നിന്ന് എണീച്ചു വരുന്നവർക്കേ മോക്ഷമുള്ളൂ അല്ലേ. കാഞ്ചന സിംഹാസനത്തിൽ ഇരുന്നത് കൊണ്ട് മോക്ഷമില്ല. ദുരിതം അനുഭവിച്ച് അതിൽ നിന്ന് വരുമ്പോഴേ മോക്ഷമുള്ളൂ അല്ലേ. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു മഹത്വം പറയുന്നുണ്ട്. 5 രത്നങ്ങളെ ദിവസവും സ്മരിക്കുന്ന സ്ത്രീകൾക്ക് മോക്ഷമുണ്ടാകും അല്ലേ. 5 രത്നങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങളിലുണ്ട്. ആർക്കെങ്കിലും അവരെക്കുറിച്ച് പറയാനറിയോ? കൃത്യമായി പറഞ്ഞു. അഹല്യ. അഹല്യ ആരാണെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയില്ലേ. അഹല്യ, ദ്രൗപദി, പിന്നെ സീത. എല്ലാവർക്കും അവരെ കഥാപാത്രത്തിലേക്ക് പോയി നോക്കുക കേട്ടോ. സീത. പിന്നെ ആരാ? താര. പിന്നെ 5ാമത് മണ്ഡോദരി അല്ലേ. ഈ പേരുകളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി, ഈ 5 രത്നങ്ങൾ അവരെ പഞ്ചരത്നങ്ങൾ എന്നാണ് പറയുക. ഇവരെ 5 പേരെയും സ്ത്രീയായി ജനിച്ച എല്ലാവരും രാവിലെയും വൈകുന്നേരവും സ്മരിക്കണം. എന്തുകൊണ്ടാണ് അത് പറയണം? ഈ ഭൂമിയിൽ അഹല്യ അനുഭവിച്ച ദുഃഖം അല്ലേ. കഥയിലേക്കൊന്നും നാം പോണില്ല. അഹല്യ അനുഭവിച്ച ദുഃഖം പിന്നെ എന്തായി? ശ്രേഷ്ഠതയിലേക്ക് വന്നു. പിന്നെ അടുത്തത് അനുഭവിച്ചത് ദ്രൗപദി അല്ലേ. അവരും ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചു, പിന്നെ ശ്രേഷ്ഠതയിലേക്ക് വന്നു. പിന്നെ സീതാദേവി, പറയണ്ടേ, അവരും അനുഭവിച്ചു, പിന്നെ അവർ ശ്രേഷ്ഠതയിലേക്ക് വന്നു. പിന്നെ ആരാ? താര. താരയിൽ എല്ലാവർക്കും ഒരു സംശയം നിലനിൽക്കുന്നുണ്ടോ? കാരണം താര എന്ന ദശമഹാവിദ്യയിൽ ദേവിയുടെ ഒരു അവതാരമുണ്ട്. ആ താരയല്ലാട്ടോ ഇതിൽ പറയുന്ന താര സാക്ഷാൽ ഈ ബാലി സുഗ്രീവന്മാരുടെ യുദ്ധകഥയിൽ കേൾക്കുന്ന താരയാണ് അല്ലേ. ബാലി സുഗ്രീവന്മാരുടെ യുദ്ധകഥ പറയേണ്ടത് അവരുടെ ഭാര്യയാണ് താര. മനസ്സിലായില്ലേ? അപ്പം ആ താരയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? താര എത്ര ദുഃഖങ്ങൾ അനുഭവിച്ചു. ഇത്തിരിയാണോ അനുഭവിച്ചിട്ടുള്ളത്? താര അനുഭവിച്ച ദുഃഖങ്ങൾ നിസാരമല്ല. അപ്പോൾ ആ താര. പിന്നെ ആരാ അനുഭവിച്ചത്? മണ്ഡോദരി. ആരാ മണ്ഡോദരി? രാക്ഷസ രാജാവ് രാവണന്റെ ഭാര്യ അല്ലേ.
അപ്പൊ ഇതിലൊന്ന് ചിന്തിക്കൂ, ഈ പഞ്ചരത്നങ്ങളെ കുറിച്ച് പറഞ്ഞതില് 3 രത്നങ്ങൾ എവിടെയുള്ളത്? രാമായണം എന്ന ആ ഒരു വലിയ സാഗരത്തിലുണ്ട് അല്ലേ? ഈ 3 രത്നങ്ങളെ കുറിച്ചും രാമായണത്തിൽ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ ദ്രൗപദിയെ കുറിച്ച് പറയുന്നുണ്ട്. കൃതയുഗത്തിലാണ് നമ്മുടെ അഹല്യ, മനസ്സിലായില്ലേ? പക്ഷേ ആ അഹല്യയും എവിടെ ഉണ്ട്? രാമായണത്തിലുണ്ട് അല്ലേ? അപ്പോ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തത് ശ്രീരാമചന്ദ്ര പ്രഭുവാണ്. പക്ഷെ അഹല്യയെ കുറിച്ച് വിശദീകരിച്ച് പറയണതോ കൃതയുഗത്തിലാണ്, വേദസാരങ്ങളിലാണ് അല്ലേ? അപ്പോ ഈ പഞ്ചരത്നങ്ങളിൽ 4 രത്നവും രാമായണത്തിലൂടെ നമുക്ക് കിട്ടും. 1 രത്നം മഹാഭാരതത്തിലുണ്ട് അല്ലേ? ഈ 4 രത്നം കിട്ടുന്ന മഹാസാഗരമാണ് രാമായണം. ആ രാമായണം വായിക്കുമ്പോൾ ഈ 4 രത്നങ്ങളെ കുറിച്ച് പറയുന്നു. ഇവരെ സ്മരിച്ചാൽ മതിത്രേ. രാവിലെയും വൈകുന്നേരം സ്ത്രീജനങ്ങൾ ഇവരെ സ്മരിച്ചാൽ ആ സ്ത്രീജനങ്ങൾക്ക് മോക്ഷമായി. എന്താ? ത്യാഗത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ് ഇവർ 5 പേരും അല്ലേ? അപ്പോ ആ ത്യാഗത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് അവരെ സ്മരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ രാമായണം വായനയുടെ പ്രത്യേകത മനസ്സിലായില്ലോ അല്ലേ? എത്ര മഹത്വങ്ങളുണ്ട്. നാം പറയണതൊക്കെ വളരെ ചെറുതാട്ടോ. നമ്മൾ അറിയണതൊക്കെ ഒരു കിഴഞ്ചേന്നു സാഗരം പോലെ പിന്നെയും കിടക്കുന്നു. ശ്രേഷ്ഠന്മാരായ വ്യക്തിത്വങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും, മനസ്സിലായില്ലേ? നമുക്ക് ഇത്രേ പറയാനുള്ളൂ. പക്ഷേ അത് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും പെരുമാറി നോക്കുക അല്ലേ? അതിൽ പോലെ രാമായണം വായിക്കുമ്പോൾ ഒരു നിയമമുണ്ട്. രാമായണം വായിക്കുമ്പോൾ ഒരു നിയമമുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ് രാമായണം വായിക്കാൻ പാടും, അല്ലെങ്കിൽ എല്ലാ പണിയും തുടങ്ങുന്നതിന് മുമ്പ്. കാരണം ഒരു രാമായണം വായന തുടങ്ങിയാൽ അവിടേക്ക് ആരും ആ വായിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ വായിക്കുന്ന ദിക്കിൽ ഒരാൾ വരാനും പാടില്ല, പോവാനും പാടില്ല. അതിൻ്റെ അർത്ഥം രാമായണം വായിക്കുന്ന വീട്ടിലേക്കൊന്നും ഇനി ആരും പോകണ്ട എന്നല്ല കേട്ടോ. കാരണം ഗുണത്തിലുപരി പറയുന്ന വിഷയത്തിലെ ദോഷത്തെ എടുക്കുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. കാരണം രാമായണം വായന തുടങ്ങിയാൽ ആരും അത് കേട്ട് മനസ്സിലാക്കണം എന്ന കാരണത്താലാണ് ഇങ്ങനൊരു നിയമം വെച്ചിരിക്കുന്നത്. രാമായണം വായിക്കുന്നതിൻ്റെ ഇടയിലേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ കഴിയോളം നിൽക്കാതെ മടങ്ങരുത്. കാരണം ആ രാമായണം വായനയിൽ ഭംഗം വരാൻ പാടില്ല, മനസ്സിലായില്ലേ? ഭംഗം വരാൻ പാടില്ല. അത് പേടിക്കാൻ, നിങ്ങളത് പേടിച്ച് വായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് രാമായണം വായിക്കണം അവിടെ ഹനുമാൻ ഉണ്ടാവും എന്ന് പറയുന്നത് അല്ലേ? അത് ഗത കൊണ്ടൊന്നും അപ്പ തരും, പടാ അല്ലേ? എന്താണ്? രാമായണം വായിക്കുമ്പോൾ ഹനുമാൻ അവിടെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ശ്രദ്ധിച്ച് വായിക്കണം. ഈ രാമായണം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ചിരഞ്ജീവിയായ ഹനുമാൻ. നിങ്ങൾ വായിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ അയാൾ അപ്പം അങ്ങോട്ട് പ്രതികരിക്കും അല്ലേ? അവിടെ പിന്നെ ബ്രഹ്മം വിഷ്ണു ഒന്നുമില്ല, ശ്രീരാമൻ മാത്രമേ ഉള്ളൂ. അവിടെ റെക്കമെൻഡേഷൻ ഒന്നും വിലക്കൂല്ല. അപ്പം എന്ത് വേണം? അതിൽ ശ്രദ്ധിച്ച് വായിക്കണം. എന്തിനാ അത് പറഞ്ഞത്? അപ്പം ഞാൻ പറഞ്ഞതിലേക്ക് വരൂ. വായിക്കുന്ന രാമായണം ഉൾക്കൊണ്ട് വായിക്കൂ. അവിടെ ഇരിക്കുന്നവർ ഉൾക്കൊള്ളണ്ട, വായിക്കുന്നവർ ആദ്യം ഉൾക്കൊള്ളൂ. അവർ ഉൾക്കൊണ്ട് വായിക്കൂ. അപ്പോൾ ആ രാമായണത്തിലെ കഥാപാത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് അപ്പം അത് ചെയ്യാൻ പറഞ്ഞത്. ഒരു വിശിഷ്ട വ്യക്തി ആ സമയത്ത് വന്നാൽ ഈ വായിക്കുന്നവരൊന്ന് എങ്ങനെയെങ്കിലും കാണിക്കേണ്ടി വരില്ലേ? അപ്പോൾ എന്തായി? പിന്നെ നിങ്ങളുടെ മനസ്സതിൽ വീട്ടിലും കൊണ്ടുവന്നിട്ട് വേണം പിന്നെ മുന്നോട്ട് പോകാൻ അല്ലേ? ഏച്ചൂട്ടിയാൽ എന്താവും? മുളച്ചു അല്ലേ? അതുകൊണ്ടാണ് രാമായണം വായിക്കണം ഇതിലേക്ക് വായന തുടങ്ങുമ്പോഴേക്കും എല്ലാവരും എത്തുക, വായിച്ച് കഴിഞ്ഞേ അവിടുന്ന് പോകാവൂ എന്നുള്ള നിയമം. വീടുകളിൽ രാമായണം വായിക്കണം. വായിക്കുമ്പോൾ ഈ നിയമം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ്. അതിനിടയിൽ കൂടെ ഒരു സൗകര്യവും കൂടി, എല്ലാ പണിയും കഴിഞ്ഞ് വായിച്ചാൽ മതി. ഒരവസരവും ഇല്ല നിർത്താം. ഇത്ര ദിവസം കൊണ്ട് എനിക്കിത് തീർക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഹോംവർക്ക് പഠിക്കുന്നത് കിടക്കിടക്കിടന്ന് വായിച്ചിട്ട് കാര്യമില്ല. അതിലും വേദം വായിക്കാണ്ടിരിക്കുന്ന ഉണ്ടാകുന്ന രാമ 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 ചോദിച്ചാൽ മതി. അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ആ കഥാസാരത്തെ മുഴുവനായി ഉൾക്കൊണ്ട് വായിക്കുക. ആ വായിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ രാമന് വേണ്ടി നിങ്ങൾ വായിക്കണ്ട, രാമനിൻ്റെ ആവശ്യമില്ല അല്ലേ? സീതയ്ക്ക് ഇന്നലെ ഇല്ല, പിന്നെ ലിവകുശന്മാർക്ക് ഇല്ലാതെയില്ല അല്ലേ? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വായിക്കുന്നത്? നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടി.
എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ വായിക്കണ്ട, എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പിന്നെ അമ്മ ഉണ്ടാ പോരെ, മകനുണ്ടെന്നോ അല്ലേ? അതിന് രാമായണം നാളെ പറയാം. തമ്പുരാൻ എനിക്ക് രാമായണം അറിയില്ല, എന്താ ചെയ്യേണ്ടത്? രാമായണം നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്ത് നിങ്ങൾ വായിക്കണമെന്നില്ല. രാമരാമ ജപിക്കൂ, ശ്രീരാമജയം ജപിക്കൂ. അല്ലെങ്കിൽ അതിൽ ഏകവാക്യത്തിൽ രാമായണത്തെ മുഴുവനായും ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്, ഏക ശ്ലോകം ജപിക്കൂ. ഇതൊന്നുമില്ലെങ്കിൽ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ മാത്രം ജപിക്കൂ. പക്ഷെ ജപിക്കുന്നത് മറ്റൊരാൾക്കുടെ മുമ്പിൽ വായിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനാവരുത്. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങളുടെ മനസാക്ഷിയെ ധരിപ്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസാക്ഷി ആരാ? സാക്ഷാൽ പരമാത്മാവാണ്. ആ ഭഗവാനെ ബോധിപ്പിക്കുക. അങ്ങനെ രാമായണം വായിക്കുക. അപ്പം രാമായണം എന്തിനാ വായിക്കണ കർക്കിടക മാസത്തിൽ എന്നുള്ളത് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, ഇതെന്തിനാണ്? നമ്മളുടെ ജീവൻ്റെ ഏറ്റവും മുഖ്യമായ ഘടകം, ശരീരത്തിലില്ലാത്തൊരവയവം മനസ്സ്. ആ മനസ്സിന് ആരോഗ്യം കൊടുക്കാനാണ് രാമായണം വായന അല്ലേ? അതുകൊണ്ടാണ് ആദ്യം നമ്മൾ മനസ്സിനുള്ള മരുന്ന് കൊടുത്തു. ഇനി അടുത്തത് ശരീരത്തിനുള്ള മരുന്ന് കൊടുക്കണം അല്ലേ? ശരീരത്തിനുള്ള മരുന്ന് കൊടുക്കാൻ 2-3 വിധാണ് ശരീരത്തിന് മരുന്ന് കൊടുക്കണം. എങ്ങനെ ഈ 2-3 വിധത്തിൽ കൊടുക്കണറിയോ? നമ്മളിൽ സൂക്ഷിച്ചു വെച്ച എല്ലാ ഐശ്വര്യങ്ങളും ഉപയോഗിക്കുന്ന കാലാണ് ഈ മഞ്ഞമാസം അല്ലേ? നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള ധാന്യമായാലും ധനമായാലും ഒക്കെ ഉപയോഗിക്കുന്ന കാലമല്ലേ നമ്മൾ പഞ്ഞമാസത്തിലിരിക്കുമ്പോൾ? അപ്പോൾ ഈ സർവ്വസമ്പത്തുകളും നമ്മൾ ഒരു സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുക്കും തോറും അത് കുറയില്ലേ? അപ്പം അവിടെ എന്ത് വേണം? ശ്രീകരം വേണം, ഐശ്വര്യം വേണം അല്ലേ? അപ്പം ആ ഐശ്വര്യം നിലനിൽക്കാൻ അവിടെ ഐശ്വര്യത്തിൻ്റെ ദേവതയെ കുടിയിരിക്കണം അല്ലേ? ഐശ്വര്യത്തിൻ്റെ ദേവതയെ കുടിയിരിക്കുക. ആരാ ഐശ്വര്യത്തിൻ്റെ ദേവത? സാക്ഷാൽ മഹാലക്ഷ്മി അല്ലേ? അപ്പം ആ മഹാലക്ഷ്മിയെ നമ്മൾ വീട്ടിൽ കുടിയിരുത്തണം. മഹാലക്ഷ്മി ഒരു ഭാഗത്ത് നിലച്ചിരിക്കുന്നതല്ല. ആലോചിക്കുക, വേദസാരങ്ങളായാലും ഉപനിഷത്തുകളായും എല്ലാ പരമാചാര്യന്മാരുണ്ടാക്കിയ ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കും, മഹാലക്ഷ്മി എവിടെ ഒരു ഭാഗത്തും സ്ഥിരമായിരിക്കില്ല. ഒരു മാസമെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമ്മയെ വിളിക്കുകയത്രേ. അതിനെന്ത് വേണം? മഹാലക്ഷ്മി ഇരിക്കണമെങ്കിൽ ആ വീട്ടിലത്തെ ആര് പോണം? ചേട്ടാലക്ഷ്മി പോണം അല്ലേ? ശ്രീദേവി വരണമെങ്കിൽ മൂദേവി പുറത്തു പോണ്ടേ? അപ്പോൾ കർക്കിടകം തുടങ്ങുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? മൂദേവിയെ അടിച്ച് പുറത്താക്കും അല്ലേ? അടിയും തടിയൊന്നും ഇല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യണം എന്നൊന്നും കൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ ചേട്ടേ കളയ്യ എന്ന് പാലക്കാട് പ്രത്യേകിച്ച് പറയും അല്ലേ? ശ്രീദേവിയെ അകത്തു കൊണ്ടുവരാൻ മൂദേവിയെ അടിച്ചു പുറത്താക്കണം അല്ലേ? അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യും? കുറേ ചേട്ടപ്പൊട്ടും കുറേ പഴംതുണിയും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശേഖരിച്ച് അവിടെ ഇവിടെയൊക്കെയുള്ള മാറാലയൊക്കെ ഇങ്ങോട്ട് എടുത്ത് ഒരു പൊട്ടിയ ചട്ടിയിലാക്കി മൂദേവിയെ കളയും. അതിൻ്റെ യഥാർത്ഥം അവസ്ഥ നമ്മുടെ ഉള്ളിലുള്ള ചേട്ടയെ ആദ്യം കളയണം അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള ആദ്യത്തെ ചേട്ട എന്താ അറിയോ? ലളിതാസഹസ്രനാമം നമ്മൾ വായിക്കായിരിക്കും കേട്ടോ. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി മുമ്പ് ഇതിൻ്റെ കഴിയണം. ശ്രീ മഹാരാജ്ഞി തുടങ്ങി അല്ലേ? അപ്പം മൂദേവി എവിടെയുള്ളത്? പിന്നെ നിങ്ങൾ എന്തിനാണ് ലളിതാസഹസ്രനാമം വായിക്കണത്? കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ? അതുപോലെ നാരായണീയം വായിക്കണം. നാരായണീയം വായിക്കുന്നവരൊക്കെ ഉണ്ടാവാം, നമ്മെ ആരും ശപിക്കരുത്. അപ്പോൾ നാരായണീയം വായിക്കണം. ഈ നാരായണീയം എന്തിനാണ് വായിക്കാൻ പറയണത് അറിയും? വായിച്ചു എന്ന് ധരിപ്പിക്കാനല്ല, മനസ്സിലാക്കാൻ. നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിന് കൃഷ്ണൻ ബാലകനായിട്ട് എത്രേ കണ്ടിട്ടുള്ളൂ അല്ലേ? കൃഷ്ണനെ ദിവസം കാണുകയാണ്, കണ്ടെഴുതി എത്രേ. മേൽപ്പത്തൂരിന് എഴുതാൻ വയ്യ, സഹോദരനെ കൊണ്ടാണ് എഴുതിപ്പിക്കണതേ. അപ്പോൾ പറയണേ, കണ്ണനെ ഞാൻ എന്നും ബാലനായിട്ടാണ് കാണുന്നത്. നരസിംഹ അവതാരം എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ കണ്ണ, എനിക്ക് അങ്ങനെ ആ രൂപത്തിൽ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എഴുതുക? നാരായണീയം വായിക്കുന്ന പലരും ഉണ്ടാവാം. ഈ കഥ അവർക്കൊക്കെ അറിയും, സുലഭമായിട്ട് നമ്മേക്കാട്ടും വ്യക്തമായിട്ട് അറിയും. അപ്പോൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിലൊക്കെ പൊറുക്കുക. അപ്പോൾ
ആ കണ്ണനെ കണ്ണനായിട്ട് കാണുമ്പോൾ നരസിംഹമായിട്ട് കാണുന്നില്ല എന്നിങ്ങനെ എന്നും പട്ടേരിപ്പാട് ഇങ്ങനെ സങ്കടം പറയത്രേ. അപ്പോൾ ഒരു ദിവസം അനിയൻ ഇങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ അനിയൻ ഉറങ്ങി. അനിയൻ എഴുതാൻ പറ്റുന്നില്ല, ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. കാരണം ആ ഭാവങ്ങൾ കാണണ്ടേ, എങ്ങനെ പറഞ്ഞു കൊടുക്കും? അപ്പോൾ ആ ഗുരുവായൂർ, നിങ്ങളൊക്കെ ഗുരുവായൂർ പോണവരാണേ. ഉള്ളിലേക്ക് നാലമ്പലത്തിലേക്ക് കയറി അവിടുന്ന് ഇടത് ഭാഗത്ത് നോക്കിയാൽ മേൽപ്പത്തൂർ അദ്ദേഹം എഴുതിയ ആ സ്ഥലം എന്ന് പറഞ്ഞ് തൊഴുതൂലേ. എത്ര പേര് അവിടെ നരസിംഹമൂർത്തിയെ തൊഴുതിട്ടുണ്ട്? അവിടെ തന്നെ വലത് ഭാഗത്ത് ഒരു ഒറ്റ തൂണുണ്ട്. ആ തൂണിൽ ഭഗവാൻ നരസിംഹാവതാരമായി അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തിനാ നമ്മൾ ജീവിക്കണത്? ആ ഗുരുവായൂർ പോയി ആ ഒരു ഭാഗം കണ്ടില്ലാത്ത ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമുണ്ടോ? ആ ഭഗവാൻ അവിടെ ദർശനം കൊടുത്ത് അത് എഴുതി അല്ലേ? ഒന്നാലോചിച്ച് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മേൽപ്പത്തൂർ എഴുതുമ്പോൾ ഒരു കഥയായിട്ടല്ല എഴുതിയത്. അതിനുള്ളിലേക്ക് പോയി ആ ഭാവത്തെ കണ്ട് മേൽപ്പത്തൂർ അത് എഴുതി അല്ലേ? ഇപ്പൊ നാരായണീയം വായിക്കുന്ന ഓരോരുത്തരും ഈ കഥ കണ്ട് ആ വായിക്കുമ്പോൾ അയ്യോ എന്തൊരു തേജസ്സാണ്, എന്തൊരു ഭാവമാണ്. നമ്മൾ ആ സവിധത്തിലായി പോകില്ലേ? നമ്മുടെ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ ആ പുളകം വരും അല്ലേ? അപ്പൊ അതല്ലേ ഉചിതം അല്ലേ? അതാണ് വായന, അങ്ങനെയാണ് വേണ്ടത്. അതുപോലെ ഗജേന്ദ്രമോക്ഷം വായിക്കുന്നു അല്ലേ? ഈ ഗജേന്ദ്രമോക്ഷം നടന്ന സ്ഥലം കേരളത്തിലുണ്ട്. ആർക്കൊക്കെ അറിയും? ഗജേന്ദ്രമോക്ഷം നടന്നൊരു സ്ഥലം കേരളത്തിലുണ്ട് എന്നുള്ളത് ആർക്കൊക്കെ അറിയാം? പറഞ്ഞു തരാം. എല്ലാവരും പോയി തൊഴണം. പലരും പോയി തൊഴുതുണ്ടാവാം, ഇതറിയാതെ പോയി തൊഴുതുണ്ടാവാം. അറിഞ്ഞു തൊഴുമ്പോഴുള്ളൊരു സന്തോഷം, ആ നിറവ് അല്ലേ? നവയോഗികൾ പ്രതിഷ്ഠിച്ച തിരുനാവായ നാവാമുകുന്ദനാണ് ഗജേന്ദ്രമോക്ഷം നടന്ന സ്ഥലം. അവിടെ ആദിഗണപതി എന്നൊരു സങ്കല്പമുണ്ട്. ആദിഗണപതി, അവിടുത്തെ ഗണപതി ഒരു താമരയുടെ ദളം പോലുള്ള ഗണപതി വിഗ്രഹമാണ്. മനസ്സിലായില്ലേ? അപ്പം അവിടെ ഒരു കഥയുണ്ട്. ആദിഗണപതി അവിടെ അവതരിച്ചു. അവിടെ നിന്ന് നിത്യം ഭഗവാനുള്ള താമര ഗണപതി അത്രേ കൊണ്ടു കൊടുക്കുക. ഒരു ദിവസം ഗണപതി പോയി നോക്കുമ്പോൾ താമരയൊന്നുമില്ല. ഗണപതി വിഷമിച്ചു, വന്ന് സങ്കടപ്പെട്ടു. നോക്കുമ്പോൾ അവിടെ മഹാലക്ഷ്മി അത് മുഴുവൻ പറിച്ച് അർച്ചന ചെയ്തു. സങ്കടപ്പെട്ട ഗണപതി വരം ചോദിച്ചുത്രേ, എനിക്ക് അങ്ങയുടെ പാദത്തിൽ അർപ്പിക്കാൻ ദിവസം താമര കിട്ടണം. അത് കിട്ടാതായി കഴിഞ്ഞാൽ അതെൻ്റെ ദുഃഖമാണ്, ആ പാപം എന്നിൽ നിന്ന് മാറ്റണം. അങ്ങനൊരു ചരിത്രം അവിടെ നടന്നുണ്ട്. അവിടെ ആ ആദി ഗണപതിയാണ് ഗജേന്ദ്രൻ. അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയ സ്ഥലമാണത്. അത് നിങ്ങളെല്ലാവരും പോയി ഈ കഥയെ ആസ്പദമായ വിഷയങ്ങൾ അവിടെ ഉണ്ട്, കണ്ടു തൊഴുക. അപ്പോൾ ഉണ്ടാവുന്നൊരു ആ നിർവൃതി ഉണ്ടല്ലോ, ജീവിതത്തിൽ ഇനി കിട്ടുമോ? ആ ഒരു സന്തോഷം ആലോചിച്ച് നോക്കൂ അല്ലേ? ഇതൊന്നും നമ്മുടെ പ്രജ്ഞയിൽ വന്നതല്ല കേട്ടോ. ഏതോ ഋഷിവര്യന്മാരുണ്ടാക്കി നമ്മളെ ആ വഴി പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പോയി നിങ്ങളത് അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, ആനന്ദം, അത് മഹത്താണ്. ഇപ്പൊ ഗജേന്ദ്രമോക്ഷത്തിന്റെ സ്ഥലം നമുക്ക് അങ്ങനെ കാണാം. അങ്ങനെ ഇത് ഓരോന്നിനുമുണ്ട് അല്ലേ? ഇത് കണ്ടിട്ടാണ്, അറിഞ്ഞിട്ടാണ് പട്ടേരിപ്പാട് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വായിക്കുന്ന നമ്മൾ എന്ത് വേണം? അതറിഞ്ഞ് അതിൽ മുഴുകി വായിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ഈ ലോകത്ത് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അതാണ് ദൗത്യം. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെയാണ് ഈ രാമായണം. നമ്മൾ ആ ദൗത്യം മനസ്സിലാക്കി എന്ന് വായിക്കണം, അറിയണം. അപ്പോൾ അത് മനസ്സിലാവും. അപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുള്ളൂ അല്ലേ? അപ്പോൾ അതിലേക്ക് വീണ്ടും വരികയാണ്. അപ്പൊ അതിലുള്ള ചേഷ്ട എവിടെയാണ്? നമ്മുടെ ഉള്ളിലുള്ള മൂദേവിയെ ആദ്യം നമ്മൾ ആ പടിയടച്ച് പിണ്ടം വെച്ചു. ശേഷം നമ്മുടെ ഗ്രഹത്തിലുള്ള മൂദേവിയെ, ജ്യേഷ്ഠാദേവിയെ പടിയടച്ച് പിണ്ടം വെച്ചു. മുച്ചന്തിൽ മൂന്നും കൂടിയ മൂലയിൽ കൊണ്ടിട്ടിട്ട് വന്നിട്ട് ചാണകം തെളിച്ചു, വിളക്ക് തെളിയിച്ചു, ശ്രീദേവി വെച്ചു. അതാണ് ശ്രീബോധി പലക അല്ലേ? ഇന്ന് ചിലർക്ക് അറിയേ പോലും ഇല്ല ശ്രീബോധി പലക. ക്ഷീബോധി വയ്ക്കുക എന്ന് പറയും അതിനെ. ക്ഷീബോധി വയ്ക്കുക, അത്
ചില ഭാഗങ്ങളിൽ നാം പോയി പരിചയപ്പെട്ടത് കൊണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ, ചില ജാതിയിൽപ്പെട്ടവർ മാത്രം വെക്കുന്നു. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഭഗവാൻ അങ്ങനെ ഇല്ല. മനസ്സിലായില്ലേ? ആരും വെക്കാം. ശ്രീബോധി ശ്രീ മഹാദേവിയാണ്, സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിയെ അവരവർ വെക്കണം. ശ്രീബോധി വെച്ചാൽ ആചരിക്കാനുണ്ടോ? ശ്രീബോധിക്ക് നിങ്ങളൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. ഒരു വിളക്ക് കത്തിക്കുക, ഒരു കിണ്ടി വെള്ളം വെക്കുക, ഒരു വാൽക്കണ്ണാടി വെക്കുക, ദശപുഷ്പം വെക്കുക. ഇതാണ് ശ്രീബോധിക്ക് ചെയ്യേണ്ട ചടങ്ങുള്ളൂ, വേറെ ഒന്നുമില്ല. ശ്രീബോധി പലക, ഇനി അർത്ഥം ശ്രീബോധി പലക. അതെന്താണ് അങ്ങനെ ഒരു പലക? ആ പലക അറിയാത്തവർ പലരും ഉണ്ട് കേട്ടോ. അത് കഷ്ണം മുറിക്കാൻ പോലും ഉപയോഗിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ? കാരണം ശ്രീബോധി പലക, കാരണവന്മാർ ശ്രീബോധി പലക വെച്ചു. ഇപ്പോഴവർക്ക് അത് എന്താ പലകാന്ന് അറിയില്ല, അതെടുത്ത് ഉപയോഗിച്ചു. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഈ ശ്രീബോധി. മനസ്സിലായില്ലേ? ഒരു കാലത്ത് വീടുകളിലൊക്കെ പത്തായമുണ്ടായിരുന്നു, ഈ നെല്ലിട്ട് വെക്കുന്ന പത്തായം. ഈ പത്തായത്തിനെ ഒരു നീളത്തിലുള്ളൊരു പലക കൊണ്ടാണ് അടയ്ക്കുക. ഈ നീളത്തിലുള്ളൊരു പലക കൊണ്ടാണ് ഈ നെല്ലിട്ട് വെക്കുന്ന പത്തായത്തിനെ അടയ്ക്കുക. ഈ പലക കാരണം കർക്കിടക മാസം നമ്മൾ അതിന് നെല്ലെടുക്കണം അല്ലേ? അപ്പം അന്ന് പത്തായം അടക്കില്ല. അപ്പം കർക്കിടക മാസത്തിൽ ആ പത്തായം അടക്കില്ല. അപ്പം ആ പലകയിൽ അണിയും. ഈ അരിമാവ് കൊണ്ട് ആ പലകയിൽ അണിയും. എങ്ങനെ അണിയുക അറിയാം? പണ്ട് പത്തായപ്പൂട്ട് എന്നൊരു അണിയലുണ്ട് അല്ലേ? ഇന്ന് എത്ര പേർക്ക് അത് അറിയില്ല. അരിമാവ് കൊണ്ട് പത്തായപ്പൂട്ട് എന്നൊരു അണിയലുണ്ട്. രണ്ട് വര ഇങ്ങനെ ചതുരമായിട്ട് ആദ്യം ഈ 2 വരകൾ കൊണ്ട് ചതുരം കൂട്ടും. ശേഷം 4 കോടിക്കല്ലും അതിനൊരു വളയം കൂട്ടും. ശേഷം ഈ 2 വളയത്തിനെ യോജിപ്പിച്ച് പിന്നൊരു വളയം കൂട്ടും. വിശദീകരിച്ചത് പറഞ്ഞു തരണം, പൂർണ്ണമായി പറഞ്ഞു തരാൻ സമയമില്ലാത്തതുകൊണ്ട്. വളയം കൂട്ടും. ശേഷം അതിൽ തോരണങ്ങളുണ്ടാകും. അതിൻ്റെ നടുവിൽ വാൽക്കണ്ണാടിക്ക് ഒരു വൃത്തം, 2 വര പകുതി ചേരുന്ന വൃത്തം കൂട്ടി നടുവിലൂടെ 2 വര ഒരു തൊഴുത് നിൽക്കുന്ന രൂപം കൂട്ടി. മനസ്സിലായില്ലേ? അതാണ് പത്തായപ്പൂട്ട്. അത് നിർബന്ധമാണ് വീടുകളിൽ. നിർബന്ധമായിരുന്നു വീടുകളിൽ. ഇന്നൊക്കെ സ്റ്റിക്കറായി മാറി, പെയിൻ്റായി മാറി. മനസ്സിലായില്ലേ? ആ അരിയിൽ അണിതു. അപ്പം അതൊന്നും നിങ്ങൾക്ക് അണിയാൻ അറിഞ്ഞില്ലെങ്കിലും 3 വരയെങ്കിലും ഇടുക. ആ പലകേമ്പിൽ 3 വരയെങ്കിലും ഇടുക. ചില ദിക്കിൽ 9 വരയിടും, 3 കുറി മേലെ താഴെ നടുവിൽ. ചില കുടുംബങ്ങളിൽ ആ 4 ഭാഗത്ത് കൂടെ ഈ 2 വരകൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാവും. ശ്രീബോധി പലക എന്നാണ് അതിനെ പറയുക. പത്തായത്തിനെ അടയ്ക്കുന്നത് ആ പലകയുണ്ടാവും. അപ്പം ശ്രീബോധി എവിടെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പത്തായത്തിൽ ശ്രീഭഗവതി ഇരിക്കേണ്ടത് അവിടെയാണ്. അപ്പം ഈ കർക്കിടക മാസം മുഴുവൻ ശ്രീഭഗവതിയായിട്ട് ആ പലകയെ വെച്ച് ആദരിച്ചതിന് ശേഷം ചിങ്ങം തുടക്കത്തിൽ നിറപുത്തിരി പൂജ ചെയ്യും. എന്നിട്ട് ആ പലകേമ്പിലാണ് ചാണകത്തിൽ കതിര് ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ ശ്രീബോധിയെ നമ്മൾ എവിടെയും വിടുന്നില്ല അല്ലേ? ആലോചിക്കുക, ശ്രീബോധിയിലേക്ക് പോയി അതിന് എവിടെ ഒരു ഭാഗത്തിരിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകരുത് എന്നും പറഞ്ഞ് ധാന്യലക്ഷ്മിയായി ആ ലക്ഷ്മിയെ നമ്മൾ ആ പത്തായത്തിൽ വെക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കുക, എത്ര വലിയൊരു സംഗതിയാണ് അതിൽ അടങ്ങിയിരിക്കണത് അല്ലേ? ചിന്തിച്ചു നോക്കൂ. ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇത്ര വലിയൊരു മഹത്തായ കൃതി അവിടെ നടക്കേണ്ടത് ആരെങ്കിലും ചിന്തിച്ചുവോ? ശ്രീബോധിയെ 1 മാസം നമ്മൾ പലകയിൽ ശ്രീബോധിയെ വിളിച്ചു വരുത്തി ഇരുത്തിയിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ പത്തായം വിട്ട് നിങ്ങൾ പോരുത് എന്ന് പറഞ്ഞിട്ട് പത്തായത്തിൽ അവിടെ നിറച്ചു. ഇല്ലന്നറ, വല്ലന്നറ, വല്ലോട്ടി നിറ അല്ലേ? അപ്പോൾ അവിടെ വലോട്ടിയിലും വല്ലത്തിലും നിങ്ങൾ നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് അവിടെ വെച്ചു. ശ്രീബോധി അപ്പം ആ വീട് വിട്ട് പോവോ? അല്ലേ? ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്കുള്ള കവചം അന്നത്തെ കാരണവന്മാർ സൃഷ്ടിച്ചിരിക്കണത് നോക്കൂ. ഇന്ന് നമുക്ക് വല്ല ചിന്തയുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇത്ര മഹത്തായ ഒരു ക്രിയയാണത്. അപ്പോൾ ശ്രീബോധി വെക്കൽ എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ? വെക്കേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? വീട്ടിൽ ശ്രീഭഗവതി വേണമെങ്കിൽ വെച്ചോളൂ. ഇല്ല മൂദേവി മതിയെങ്കിൽ വെക്കണ്ട. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണം. എന്ത് വീട്ടിൽ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കണം. അവിടെ ശ്രീബോധി പലകയിൽ ഒരു വാൽക്കണ്ണാടി വെക്കണം. എന്തിനാണ് വാൽക്കണ്ണാടി വെക്കണറിയോ? ഈ വീട്ടിലത്തെ സ്ത്രീകളെല്ലാം ശ്രീബോധിയാണ്.
ഈ വീട്ടിലത്തെ ശ്രീ ഭഗവതിയാണ്, ഇവിടെയുള്ള സ്ത്രീകളല്ല. വാൽക്കണ്ണാടി വെച്ചില്ലെങ്കിലോ അല്ലേ? നാം ആരെയും പറയണില്ലേ? അറിയ വാൽക്കണ്ണാടി വെച്ചില്ലെങ്കിൽ എന്താവുന്നത് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ വാൽക്കണ്ണാടി വെച്ചില്ലെങ്കിൽ ആരായിരിക്കും? ആഹാ, നാം പറഞ്ഞിട്ടില്ല കേട്ടോ, നാം ആരെയും കുറ്റാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഓരോരു തീരുമാനിക്കുക. വാൽക്കണ്ണാടി അതാണ് കേട്ടോ. അങ്ങനെ വാൽക്കണ്ണാടി വെച്ചു. പിന്നെ വെക്കുന്നത് എന്താ? ഒരു കിണ്ടി വെള്ളം. ഈ ഒരു കിണ്ടി വെള്ളത്തിൻ്റെ ഉദ്ദേശം, ആ കിണ്ടി ആ കുടുംബത്തിലെ ഗ്രഹനാഥനാണ് അല്ലേ? ആ വെള്ളത്തെ അവിടെ കുടുംബത്തിനെ മുഴുവൻ അന്നമൂട്ടി സംരക്ഷിക്കണമെങ്കിൽ ആർക്ക് ആരോഗ്യം വേണം? ഗ്രഹനാഥന് വേണം. ശ്രീബോധിയും അതുപോലെ ധാന്യലക്ഷ്മിയും ധനലക്ഷ്മിയും ഒക്കെ വേണമെങ്കിൽ ഗ്രഹനാഥൻ നിലയായിരിക്കണം. ആ ഗ്രഹനാഥൻ നിലയായിരിക്കണമെങ്കിൽ അവിടെ എന്തു വേണം? അമൃത കുംഭം വേണം അല്ലേ? ആ അമൃത കുംഭമാണ് ഗ്രഹനാഥന് കൊടുക്കുന്നത്. ഗ്രഹനാഥന് അമൃതം കൊടുത്താലല്ലേ അയാൾ അവിടെ ആരോഗ്യത്തോടു കൂടി ആയസോടു കൂടി ഇരിക്കുള്ളൂ. ആയസോടു കൂടി ആരോഗ്യത്തോടും ഗ്രഹനാഥൻ ഇരുന്നാലല്ലേ ആ കുടുംബം നന്നാവുള്ളൂ അല്ലേ? അതിനാണ് ഒരു കിണ്ടി വെള്ളം അവിടെ വെക്കുന്നത്. ഇപ്പോൾ വെള്ളം വെക്കേണ്ട ആവശ്യം മനസ്സിലായല്ലോ. വെള്ളം അപ്പോൾ എന്തിനു വെക്കണം എന്ന് അറിഞ്ഞിട്ട് വെക്കണോ വേണ്ടോ എന്നൊക്കെ എല്ലാവരും തീരുമാനിക്കുക. മനസ്സിലായില്ലേ? കിണ്ടിയും വെള്ളം വെച്ചു. ഇനി അടുത്തത് ദശപുഷ്പം അല്ലേ? ഈ ദശപുഷ്പത്തിന് വലിയൊരു അർത്ഥമുണ്ട് അല്ലേ? അറിയോ എല്ലാവർക്കും അതിൻ്റെ അർത്ഥങ്ങൾ? അറിയുമായിരിക്കാം. എങ്കിൽ നമുക്കറിയുന്ന ചെറിയ കാര്യങ്ങൾ പറയാം കേട്ടോ. ഈ ദശപുഷ്പങ്ങളിൽ തന്നെ വലിയ അർത്ഥമാണ് കേട്ടോ. ചെറിയ അർത്ഥമേ അല്ല, വലിയ അർത്ഥമാണ്. മനസ്സിലായില്ലേ? ദശപുഷ്പങ്ങളിൽ ആദ്യം നമുക്ക് എന്ത് വേണം? കർക്കിടക മാസത്തിൽ സൂര്യനാണ് അത്ര കുറവ് അല്ലേ? സൂര്യൻ ഇടയ്ക്കിടയ്ക്കല്ലേ വന്ന് നോക്കുള്ളൂ. കർക്കിടക മാസത്തിലെ സൂര്യൻ വിരുന്നുകാരനാണ്. അല്ലാത്ത മാസത്തിലുള്ള സൂര്യനൊക്കെ വീട്ടുകാരനായിരിക്കും. കർക്കിടക മാസത്തിലെ സൂര്യൻ വിരുന്നുകാരനാണ്, വന്നും പോയിക്കൊണ്ട് വരിക്കും അല്ലേ? അപ്പം ആ സൂര്യനെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടേ? ഒന്നാലോചിക്കൂലേ? സൂര്യൻ വേണ്ടേ വീട്ടിൽ? എല്ലാവരും ഒന്ന് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം കേട്ടോ. ചിലരൊക്കെ ഉറങ്ങുകയാണ്, അപ്പം ഉറക്കത്തടമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം എന്താ അറിയോ? കർക്കിടക മാസത്തിൽ സൂര്യൻ വേണമല്ലേ? അപ്പോൾ സൂര്യനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം എന്താണ്? കറുക. മനസ്സിലായില്ലേ? കറുകപ്പുല്ല് ആരെ പ്രതിനിധീകരിക്കുന്നു? സൂര്യനെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പൊ കർക്കിടക മാസത്തിൽ നമുക്ക് സൂര്യൻ വേണ്ടേ അല്ലേ? സൂര്യനിൽ നിന്ന് ഉള്ള അംശങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? തളരും നമ്മൾ. അപ്പൊ സൂര്യൻ വേണം, അപ്പൊ കറുക വേണം അല്ലേ? പിന്നെ എന്ത് വേണം? ശൈവ വൈഷ്ണവ ശാക്തേയം വേണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരാൾ സാധുവാണ് കേട്ടോ, അത് സത്വഗുണം മാത്രമേ ഉള്ളൂ, അങ്ങനെ അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ലോകത്ത് പറ്റില്ല. പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിക്കും അല്ലേ? രജോ ഗുണം അവിടെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ ജീവിക്കുമ്പോൾ രജോ ഗുണം വേണ്ടേ? വേണം. തമോ ഗുണം വേണ്ടേ? ഇത് 3 വേണം. ഈ 3നെയും പ്രതിനിധീകരിച്ചിട്ട് ശൈവ വൈഷ്ണവ ശാക്തേയങ്ങൾ വേണം അല്ലേ? ശിവൻ വേണം, വിഷ്ണു വേണം, ശാക്തേയം ഭഗവതി ശക്തി വേണം അല്ലേ? പാർവതി ശ്രീപാർവതി വേണം. ഇതിൽ ശിവനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം ഏതാണ്? ആർക്കെങ്കിലും അറിയോ? ആ പുഷ്പത്തിൻ്റെ പേര് കയ്യുണ്ണി. മനസ്സിലായില്ലേ? ചില ദിക്കിൽ കഞ്ഞുണ്ണി എന്നും പറയും. മനസ്സിലായില്ലേ? അതിനെ പൂജാപടത്തിൽ പറയുമ്പോൾ ഭൃംഗരാജ്. ഭൃംഗം എന്ന് വെച്ചാൽ എന്താ? മല. ഭൃംഗങ്ങൾ മലകളുടെ വേറൊരു ഭാഗമാണ്. ഭൃംഗങ്ങളുടെ എല്ലാം രാജാവാരാണ്? സാക്ഷാൽ മഹാദേവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ശൃംഗങ്ങളും ഭൃംഗങ്ങളും ഒക്കെ കാക്കുന്നത് അദ്ദേഹമാണ്. മനസ്സിലായില്ലേ? കടലിനും മലയ്ക്കും കാവലായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പുഷ്പമാണ് ഭൃംഗരാജ്.
ഇപ്പൊക്കെ ഭൃങ്കരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുടിക്കുള്ള മരുന്നായതുകൊണ്ട് പെട്ടെന്ന് അറിയാം. മനസ്സിലായില്ലേ?